നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വസുന്ധരത്തള്ള കൊള്ളാം. ഈ ഷോ നടത്തേണ്ടത് ഇവരുടെ മുന്നിൽ വെച്ച. ആഭരണങ്ങൾ നിധിയുടെ കൈവശമാണെന്ന് ഇവരറിഞ്ഞ ഒടുവിൽ ഇവര് തന്നെ നിധിയെ കള്ളിയാക്കിക്കോളും. നിധി, എന്റെ ആഭരണങ്ങൾ നീ എവിടെയാ വെച്ചിരിക്കുന്നേ? നിന്റെ റൂമിലെ അലമാരയിലുണ്ടല്ലോ. ഞാൻ അവിടെ നോക്കി കണ്ടില്ല. കണ്ടില്ലെന്നോ? നീ ശരിക്കും നോക്കി കാണില്ല. പണ്ടേ നിന്റെ കാഴ്ച തീരെ ശരിയല്ല. നിന്റെ ചേച്ചി എടുത്ത് മാറ്റി വെച്ചതാവും. എന്നിട്ട് എന്റെ കാഴ്ചയെ കുറ്റം പറയുന്നോടാ. നോക്ക് ശിവാനി, നല്ലൊരു ദിവസമായിട്ട് വെറുതെ വഴക്കുണ്ടാക്കരുത്. എന്താ ഇവിടെ പ്രശ്നം? ഞങ്ങൾ വാങ്ങിത്തന്ന ആഭരണങ്ങൾ കാണുന്നില്ലേ? കൊള്ളാം, പ്ലാൻ വർക്കൗട്ടായി. തൽക്കാലം ഇത്രയും മതി. ഞാൻ റൂമില് ഒന്നുകൂടെ നോക്കാം ആന്റി. എങ്കിൽ പിന്നെ ശരിക്കും നോക്കിയിട്ട് പോരെ ഈ ബഹളമൊക്കെ. എന്താ പ്രശ്നം? ശിവാനിയുടെ ഓർണമെന്റ്സ് കണ്ടില്ല എന്നാ പറയുന്നേ. സ്വർണ്ണോ? അയ്യോ എന്റെ ദേവി, ചതിച്ചോ? എടി, എവിടെയാടി നീ എന്റെ മോളുടെ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഞാൻ എവിടെ ഒളിപ്പിച്ചിട്ടില്ല. ശിവാനിയുടെ റൂമിലെ അലമാരയിൽ തന്നെയുണ്ട് മുഴുവൻ സ്വർണവും. അമ്മേ, ഞാൻ പോയി ഒന്നുകൂടി നോക്കാമേ. നീ ഒന്നും മിണ്ടാതിരിക്കേ. അതൊക്കെ ഈ കള്ളക്കൂട്ടങ്ങളും ഒളിപ്പിച്ചു വെച്ചതാ. നിധിയെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. നിന്റെ അച്ഛൻ കേട്ടില്ല. ഓ, ഈ അമ്മ ഓവറാക്കി കൊളമാക്കും. എടി, ഈ കല്യാണം മുടക്കാനല്ലേ നിന്റെ പ്ലാൻ? പറയടി. എന്താ എന്തുപറ്റി? നിന്റെ ഫ്രണ്ട് നിധി നിന്റെ ഭാര്യയാകാൻ പോകുന്ന ശിവാനിയുടെ സ്വർണം, അല്ല സോറി, നമ്മൾ ദാനം കൊടുത്ത 100 പവൻ സ്വർണം മോഷ്ടിച്ചൂന്ന്. അയ്യോ, ഞാൻ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ ദാനം കൊടുത്തത് ദേഹത്തണിഞ്ഞ് ശിവാനി ആ വീട്ടിലേക്ക് തന്നെ വരും. തൂക്കി നോക്കി ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് ശിവാനി അകത്ത് കയറ്റിയാ മതി. എടി, നിധി, അമ്മയോട് ഇങ്ങനെ സംസാരിക്കരുത്. അപ്പോ സാറിന്റെ അമ്മ എന്നെ കള്ളിയാക്കിയതോ? അതിലൊരു കുഴപ്പമില്ലേ? നീ എടുത്തില്ലെങ്കിൽ ആ സ്വർണ്ണം എങ്ങനെ നഷ്ടപ്പെട്ടു? അതിന് ചിറക് മുളച്ച് താനെ അങ്ങ് പറന്നു പോയോ? എടുത്തി, ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. റൂമിൽ ശരിക്കും നോക്കിയില്ലാന്ന് ശിവാനി തന്നെ പറഞ്ഞല്ലോ. ഒന്നുകൂടെ നോക്കിയിട്ട് തീരുമാനിച്ച പോരെ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. അതാണ് കറക്റ്റ്. ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് വന്ന വിവരം പറയാം. അങ്ങനെ നീ തനിച്ചു പോയി നോക്കണ്ട. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചല്ലേ നീ എന്നെ അപമാനിച്ചത്. ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ നിനക്ക് ആഭരണങ്ങൾ എടുത്തു തരാം. പ്രത്യേകിച്ച് നിധി കട്ടു എന്നുറപ്പിച്ച ചിലരുടെ മുമ്പിൽ വെച്ച്. എടി, നീ ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ റൂമിലേക്ക് വരാൻ എനിക്ക് സൗകര്യമില്ല. കള്ളി അല്ലെങ്കിലേ നീ ആ സ്വർണ്ണം ഇവിടെ കൊണ്ടുവന്ന് കാണിക്ക്. ഇതിന്റെ പേരിലൊരു വാഗ്വാദം വേണ്ട. ഒരിക്കലും നിധി മോഷ്ടിക്കില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, സമാധാനമായിട്ട് നിങ്ങൾ റൂമിൽ ചെന്ന് നോക്കൂ. അത് പറ്റില്ല. സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രതിയെ വെറുതെ വിടാൻ പാടില്ല. സാക്ഷികൾ വേണം. അമ്മേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്. വസുന്ധരയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പാർവതിയും ഗൗതവും വരട്ടെ. നിധിയെ കൈയോടെ പിടികൂടട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി. ഇനി ഇവിടുന്ന് സ്വർണം ശരിക്കും നഷ്ടപ്പെട്ടാലും ഞങ്ങൾ എന്തായാലും നിധിയെ സംശയിക്കില്ല. ഐ നോ ഹെർ വെരി വെൽ. എങ്കിലും ഞാനും ഗൗതമും റൂമിലേക്ക് വരാം. നിധിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ധാരണ കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. എങ്കി വാ, എല്ലാവരും വാ. ഈശ്വര, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? ഏട്ടൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ?
വെറും 100 പവന് വേണ്ടിയായി ഈ കടിപിടി. അത് അവരുടെ കയ്യിൽ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. പോട്ടെ വസു, ഒക്കെ നമുക്ക് തന്നെ വന്നു ചേരില്ലേ? വന്നാ കൊള്ളാം. പറയടി, എവിടെയാ സ്വർണം? പ്ലീസ് എന്നെ ഒന്ന് കടത്തി വിട്ടേക്കണേ. അതെ അമ്മേ, ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. നീ കൂടുതലൊന്നും പറയണ്ട. സ്വർണം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഈ നിമിഷം അറിയണം. എന്നിട്ട് മതി സംസാരം. അയ്യോ അമ്മയൊന്നും മിണ്ടാതിരിക്കുക. സ്വർണം ഞാൻ കാണിച്ചു തരാം, മാറങ്ങോട്ട്. ഈ ബാഗിലാണ് സ്വർണം. ദാ ഇവിടെ വെച്ച് ആ വിവരം ഞാൻ ശിവാനിയോട് പറയുകയും ചെയ്തു. ആണോ? ഞാനത് മറന്നുപോയി കേട്ടോ. താങ്ക്സ് നിധി. സ്വർണ്ണം ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് എല്ലാവരും പോയാ മതി. ആ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ബാഗ് മാത്രം കണ്ടാ പോരല്ലോ, അതില് സാധനം മുഴുവൻ ഉണ്ടോന്ന് ഉറപ്പിക്കണ്ടേ? ആർക്കാണെന്ന് വെച്ചാ ഈ ബാഗ് തുറന്നു നോക്കാം. മാറൂല്ലേ? നിധി ദാ നോക്കിക്കോ. അയ്യോ, തുറക്ക്. തള്ള എല്ലാം കുളമാക്കി. അമ്മേ ശരിക്കും ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ അമ്മായി വലുത് എടുത്തു മാറ്റിയിട്ട് ചേച്ചിയുടെ തലയിൽ ആ കുറ്റം കെട്ടി വെക്കും. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ഞങ്ങളാരും നിധിയെ സംശയിക്കില്ല. അതെ, ഗൗതം പറഞ്ഞത് ശരിയാ. രേണുകെ, സ്വർണം മുഴുവനും ഉണ്ടല്ലോ അല്ലേ? ഇത് അതിശയായിരിക്കുന്നു പാർവതി. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ശിവാനി വന്ന് ബഹളം വെച്ചപ്പോ സ്വർണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കായിരിക്കും ഞാൻ കരുതിയത്. പക്ഷേ അതുപോലും സംഭവിച്ചില്ല. നിധി വെച്ചെടുത്ത് തന്നെ സ്വർണം മുഴുവൻ ഉണ്ടായിരുന്നു. പെർഫെക്റ്റ്. നിധി ഈസ് ഗ്രേറ്റ്. എന്റെ മോള് സ്വർണ്ണം എടുത്തോന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇത്രയും ദിവസം ഇത് മുഴുവൻ ഞാൻ നിധിയല്ലേ വിശ്വസിച്ചേൽപ്പിച്ചത്. എനിക്ക് നിധിയെ പരിപൂർണ്ണ വിശ്വാസ. കുറച്ചു മുമ്പ് ശിവാനി ഇതല്ലല്ലോ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഓർക്കണം, മറ്റ് വിരലുകൾ നമുക്ക് നേരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണെന്ന്. വിട്ടേക്കിടാ, നമുക്ക് പോവാം. മോള് വേഗം ഒരുങ്ങ്. ശരി ആന്റി. ശിവാനി, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഈ ദിവസമെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൂടെ? എന്തിനാ നിധിയെ ഇങ്ങനെ നാണം കെടുത്താൻ ശ്രമിക്കുന്നത്? അയ്യടാ, ഞാനെന്ത് പറഞ്ഞതാ? ഈ അമ്മയല്ലേ കൊളാക്കിയത്. അയ്യടി മനമേ, ദേ എന്നെ കുറ്റപ്പെടുത്തരുത്. നീ കാരണം ഞാനും കൂടി നാണം കെട്ടത്. എന്തായാലും അമ്മായിയോട് എനിക്ക് നന്ദിയുണ്ട്. അമ്മായി വാശി പിടിച്ചതുകൊണ്ടാ എല്ലാവർക്കും ഞാൻ കുറ്റക്കാരിയല്ലാന്ന് ബോധ്യമായത്. ഇല്ലെങ്കിൽ ശിവാനിയുടെ വാക്ക് കേട്ട് എല്ലാവരും എന്നെ സംശയത്തിന്റെ മുനയിൽ നിർത്തിയേനെ. പിന്നെ ഒരു കാര്യം കൂടി, ഇനി ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു.